പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പെരിങ്ങടവള ആശുപത്രിക്ക് മുന്നിൽ, സർക്കാർ ആശുപത്രിക്ക് മുന്നിൽ BJP പെരിങ്ങടവള പഞ്ചായത്ത് കമ്മിറ്റിയുടെ ധർണ നടക്കുകയാണ്. ഇതുപോലെയുള്ള ഒട്ടനവധി സമരങ്ങൾ BJP പല സ്ഥലങ്ങളിൽ നടത്താറുണ്ട്. ആ പെരിങ്ങടവള നിവാസികൾ ഒന്നറിയുവാൻ, അതുപോലെ തന്നെ ആശുപത്രി ജീവനക്കാരറിയുവാൻ, പോലീസ് ഉദ്യോഗസ്ഥരറിയുവാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഈ നടത്തുന്ന സമരങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ആ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും, അവിടെ രാഷ്ട്രീയ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും, ഈ ഉദ്യോഗസ്ഥരുടെ മക്കളും അതുപോലെ തന്നെ കുടുംബവും ഒക്കെ പോകുന്ന ജീവനക്കാരുടെ എല്ലാ ബന്ധുമിത്രാദികളും വരുന്ന ഒരു ഹോസ്പിറ്റലാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സമരങ്ങൾ ജനങ്ങൾ ഏറ്റെടുക്കണം. BJP എന്തിനു വേണ്ടി ഇത്തരത്തിലുള്ള സമരങ്ങൾ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെപ്പോലെയുള്ള പാവങ്ങളുടെ ശബ്ദമാകുവാനാണ് BJP പലപ്പോഴും യുവമോർച്ചയൊക്കെ ശ്രമിക്കാറുള്ളത്. പോലീസ് ഉദ്യോഗസ്ഥരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മളുടെ ഈ സമരങ്ങളൊക്കെ അവർ കാണുമ്പോഴും പലപ്പോഴും നമ്മുടെ അടുത്ത് പരിഹാസ രൂപേണ അവർ പറയാറുണ്ട്, ഇന്നത്തെ സമരത്തിന് നിങ്ങൾ അക്രമമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ, അതുകൊണ്ട് കേസ് എടുക്കില്ല എന്ന് പറയാറുണ്ട്. പല സമരങ്ങളും കഴിഞ്ഞ് മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞ് ഒരു കേസ് വരും. ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷൻ്റെ പേര്, അല്ലെങ്കിൽ ഉദ്ഘാടകൻ്റെ പേര്, പ്രവർത്തകരുടെ പേര് ഒക്കെ വച്ചുകൊണ്ടുള്ള കേസ്. നിരവധി ദിവസങ്ങളായിരിക്കും കോടതി വരാന്തകളിലൊക്കെ നമ്മൾ ചെന്നിക്കാറുള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, കേസിനും പോലീസിൻ്റെ ലാത്തിക്കും അതുപോലെ തന്നെ ജയിലറുകൾക്കൊക്കെ ഒരു മടിയും കൂടാതെ സമരം ചെയ്യുന്ന ഒരുപാട് BJPയുടെയും യുവമോർച്ചയുടെയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ സമരഭടന്മാരുണ്ട്. ഞങ്ങളൊക്കെ ചെയ്യുന്ന ഈ സമരങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ജീവനും സ്വത്തിനും വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ആ സമരത്തിന് നിങ്ങൾ പൂർണ്ണമായിട്ടും പിന്തുണ നൽകണം. പെരിങ്ങടവള ഹോസ്പിറ്റലിൽ കുറേ ദിവസങ്ങളായിട്ട് കിടത്തി ചികിത്സയില്ല. അതുപോലെ തന്നെ മതിയായിട്ടുള്ള ഡോക്ടർമാരില്ല, മരുന്നുകളില്ല, ശൗചാലയങ്ങൾ വൃത്തിയില്ല. പാവപ്പെട്ട കണ്ണ് കണ്ടുകൂടാത്ത രോഗികളുണ്ട്, നടക്കാൻ പറ്റാത്ത രോഗികളുണ്ട്, ആരോരുമില്ലാത്തവരുണ്ട്. അപ്പോൾ ആരോരുമില്ലാത്തവർക്കും കാഴ്ച നഷ്ടപ്പെട്ടവർക്കും വികലാംഗർക്കും ഒക്കെ ആശ്രയമായി സർക്കാർ ആശുപത്രികൾ മാറണം. അത്തരത്തിൽ മാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് രാവിലെ കൃത്യം 10 മണിക്ക് തുടങ്ങുന്ന ഈ ഒരു ധർണയിൽ പെരിങ്ങടവള നിവാസികൾ പൂർണ്ണമായിട്ടും പങ്കെടുക്കുക. മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും അതുപോലെ തന്നെ നാട്ടുകാരും വ്യാപാര സുഹൃത്തുക്കളും ഈ സമരത്തിൽ പങ്കുചേർന്ന് ഈ ഒരു പെരിങ്ങടവള ആശുപത്രിയെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്രദമായിട്ടുള്ള ചികിത്സയ്ക്ക് വേണ്ടി, ഡോക്ടറുടെ സേവനങ്ങൾക്ക് വേണ്ടി, കിടത്തി ചികിത്സയ്ക്ക് വേണ്ടി എല്ലാവരും ഒത്തുകൂടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് രാവിലെ പെരിങ്ങടവള പഞ്ചായത്ത് കമ്മിറ്റി, BJP പഞ്ചായത്ത് കമ്മിറ്റി നടത്തുന്ന ഈ ധർണയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാനും ആ സമരത്തിൽ പങ്കെടുക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളും പങ്കെടുക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം.